തെലുങ്ക് സൂപ്പർ താരം നന്ദമൂരി ബാലകൃഷ്ണൻ നായകനായി എത്തുന്ന അഖണ്ഡ 2 താണ്ഡവം എന്ന ചിത്രത്തിലെ പുതിയ ഗാനം പുറത്ത്. എസ് തമനാണ് ഗാനത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത്. കാസർല ശ്യാം എഴുതിയ ഗാനം ആലപിച്ചിരിക്കുന്നത് ബ്രിജേഷ്, ശ്രേയ ഘോഷാൽ എന്നിവരാണ്. ബാലയെയും സംയുക്ത മേനോനും നിറഞ്ഞാടിയ ഗാനം ഇതിനകം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. ബോയപതി ശ്രീനു സംവിധാനം ചെയ്ത ചിത്രം 2025 ഡിസംബർ 5 തിയേറ്ററുകളിലെത്തും. జాజికాయ రగి ముద్ద రాగమాయ దెబ్బకే మనసు పాయ జాజికాయ రగి ముద్ద రాగమాయ దెబ్బకే మనసు పాయ జాజికాయ మధుపురి నట్టమాయ అప్పరు ఏమి మాయ నల్లమరి పాలడాయ అందమే సారడాయ నల్లమతి తొక్కడాయ అల్లరే పోలడాయ తమలెమో అదిరిపాయ తమలెమో అదిరిపాయ తుంకెతే దేవరాయ. ചിത്രീകരണം പുരോഗമിക്കുന്ന ആട് 3-ൽ വിജയ് ബാബുവിന്റെ ലൊക്കേഷൻ എൻട്രി വീഡിയോ പങ്കുവെച്ച് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ്. ധീരതയുടെ പര്യായപദമായ സർബത്ത് ഷമീർ നിർത്തിയിടത്തു നിന്നും തന്റെ ധീരമായ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നു എന്ന കുറിപ്പുമായാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയ് ബാബു തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത്. നിരവധി കേസുകൾ ഇത്തവണയെങ്കിലും തെളിയിക്കാൻ പറ്റട്ടെ. ബോളിവുഡ് സൂപ്പർ താരം രൺവീർ സിംഗിനെ നായകനാക്കി ആദിത്യധർ സംവിധാനം ചെയ്ത മാസ് ആക്ഷൻ ത്രില്ലർ ദുരന്തറിന്റെ ട്രെയിലർ പുറത്ത്. മലയാളി താരം സാറ അർജുന്റെ ബോളിവുഡ് അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം കൂടിയാണിത്. വമ്പൻ ആക്ഷൻ ത്രില്ലറുമായി സ്പൈ ത്രില്ലർ ചിത്രമായാണ് ദുരന്തർ എത്തുന്നത്. അക്ഷയ് ഖന്ന, ആർ മാധവ്, സഞ്ജയ് ദത്ത്, അർജുൻ രാംപാൽ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ചിത്രത്തിലെ ആർ മാധവന്റെ ലുക്ക് നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലായാണ് മാധവൻ ചിത്രത്തിൽ എത്തുന്നത് എന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ചിത്രം 2025 ഡിസംബർ 5 ആഗോള റിലീസായി എത്തും. 1971 के जंग के बाद पाकिस्तान में बड़ा उदास सा माहौल था. मैं 6 साल का था, बिल्कुल ऐसे जिस तरह हमने इसके जिस्म पे इतने छोटे छोटे से सुराख बनाए हैं ना. There's a big bag dancer on the loose, thick skin coat with a black leather, big blues. There ain't nothing that a man can do, so bring in the war with what we pay dues. ഹാഫ് ലൈറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നന്ദു പാലക്കാട് നിർമ്മിച്ച് സുനിൽ പുള്ളോട് തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന കരിമി എന്ന ഫാന്റസി ചിത്രത്തിന്റെ പൂജയും ടൈറ്റിൽ പോസ്റ്റർ പ്രകാശനവും നടന്നു. പുതുമുഖങ്ങൾക്കൊപ്പം ബാലതാരങ്ങൾക്കും പ്രാധാന്യം നൽകി ഒരുക്കുന്ന ചിത്രം മലയാളത്തിലും തമിഴിലും അവതരിപ്പിക്കും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുക്കുന്ന ഈ സിനിമ ബാല്യം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാത്തരം പ്രേക്ഷകരെയും ആകർഷിക്കുമെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. നിവിൻ പോളിയുമായി ഒന്നിക്കുന്ന ഡിയർ സ്റ്റുഡൻസ് എന്ന ചിത്രത്തിലെ നയൻതാരയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. വിദ്യാരുദ്രൻ എന്ന കഥാപാത്രമായാണ് താരം ചിത്രത്തിലെത്തുന്നത്. ജോർജ് ഫിലിപ്പ് റോയ്, സന്ദീപ് കുമാർ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന ചിത്രം പോളി ജൂനിയർ പിക്ചേഴ്സിന്റെ ബാനറിൽ നിവിൻ പോളി തന്നെയാണ് നിർമ്മിക്കുന്നത്. അജു വർഗീസ്, ഷറഫുദ്ദീൻ, സുരേഷ് കൃഷ്ണ, മല്ലിക സുകുമാരൻ, ലാൽ, ജഗദീഷ്, ജോണി ആന്റണി, നന്ദു എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അനോമി എന്ന തന്റെ പുതിയ ചിത്രത്തിലെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ട് നടൻ റഹ്മാൻ. ലോകം തന്നെ സംശയിക്കുമ്പോൾ തിരിച്ചു പോരാടാൻ അയാൾ തീരുമാനിക്കുന്നു എന്ന കുറിപ്പോടെയാണ്
സമൂഹ മാധ്യമങ്ങളിലൂടെ താരം പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത്. റിയാസ് മാരാത്ത് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഭാവനയാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. വമ്പൻ നിർമ്മാതാക്കളായ ടി സീരീസ്, പനോരമ സ്റ്റുഡിയോസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണ് അനോമി. നവാഗതനായ വിഷ്ണു വെഞ്ഞാറമ്മൂട് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ശ്രീ അയ്യപ്പൻ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. റിയാസ് ഖാൻ, അനീഷ് രവി, സുധീർ സുകുമാരൻ, കോട്ടയം രമേശ്, ദിനേശ് പണിക്കർ, ബോളിവുഡ് താരം അൻസർ മുംബൈ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദി മീഡിയ, നിഷ പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ ഡോക്ടർ ശ്രീകുമാർ, ഷാജി പുനാലാൽ എന്നിവർ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ചിത്രം ഡിസംബർ ആദ്യവാരം തിയേറ്ററുകളിലെത്തും. ലിയനാർഡോ ഡി കാപ്രിയോ, ക്രിസ്റ്റ്യൻ ബെയിൽ എന്നിവർ ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നു. മൈക്കിൾ മാൻ സംവിധാനം ചെയ്ത് അൽ പച്ചീനോ, റോബർട്ട് ഡി നീറോ എന്നിവർ പ്രധാന കഥാപാത്രമായി എത്തിയ ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിലാണ് ഇരുവരും ഒന്നിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഹിറ്റിൽ പറഞ്ഞുവെച്ച കഥയുടെ ബാക്കിയാണോ അതേ യൂണിവേഴ്സിൽ നടക്കുന്ന മറ്റൊരു കഥയാണോ എന്നത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല.